നമസ്കാരം. മലയാളി വാർത്ത ഇൻസൈഡിലേക്ക് സ്വാഗതം. അറിഞ്ഞായിരുന്നോ നാട്ടാരെ, നമ്മുടെ വാസു കൊച്ചേട്ടൻ അറസ്റ്റിലായത് കഴിഞ്ഞ ദിവസം രാത്രി? പക്ഷെ അദ്ദേഹത്തിന് ഒരു മാരക രോഗം അങ്ങ് പിടിപെട്ടു. അറിഞ്ഞില്ലേ? അംനേഷ്യ. യാതൊന്നും ഓർമ്മയില്ലാത്ത ആ രോഗം പിടിപെട്ടു. സത്യത്തിൽ നമ്മുടെ നാട്ടിൽ ആ അവസ്ഥയിൽ കടന്നു പോകുന്ന അനവധി ആളുകളുണ്ട്. അവരും അവരുടെ കുടുംബാംഗങ്ങളും അനുഭവിക്കുന്ന ബുദ്ധിമുട്ടുകൾ എന്താണ് എന്ന് നേരിട്ട് കാണുകയും മനസ്സിലാക്കുകയും ചെയ്തിട്ടുണ്ട് നമ്മളിൽ പലരും. പക്ഷേ ഇത്തരം അംനേഷ്യ അനുഭവിക്കുന്ന അല്ലെങ്കിൽ അംനേഷ്യ അഭിനയിക്കുന്നവർക്ക് കൃത്യമായ തിരിച്ചടി, കൃത്യമായ ശിക്ഷ, കൃത്യമായ ജനങ്ങളുടെ ആവശ്യം ഈ മൂന്നാം മുറ തന്നെ ലഭിക്കേണ്ടതുണ്ട് എന്ന് തന്നെയാണ് സാധാരണക്കാരായ ജനങ്ങൾ ആവശ്യപ്പെടുന്നത്. മറ്റൊരു മകരവിളക്ക് കാലത്ത് അല്ലെങ്കിൽ മണ്ഡലകാലത്ത് സത്യത്തിൽ വാസു അറസ്റ്റിലാകുന്നത് ആ വാർത്ത കാത്തിരിക്കുക തന്നെയാണ് കേരളം ചെയ്തിരുന്നത്. ഇന്നുണ്ടാകും നാളെ ഉണ്ടാകുമെന്ന് പറഞ്ഞ് ഒരാഴ്ചയോളം പിന്നിടുമ്പോൾ വാസു അറസ്റ്റിലാകുന്ന വാർത്ത കഴിഞ്ഞ ദിവസം രാത്രി വന്നപ്പോൾ അക്ഷരാർത്ഥത്തിൽ കേരളത്തിൽ അമിട്ട് പൊട്ടിച്ച് ആഘോഷിക്കാൻ തന്നെയായിരുന്നു ജനങ്ങളുടെ ആവേശം എന്ന് പറയുന്നത്. ജനങ്ങൾ എല്ലാവരും തന്നെ കഴിഞ്ഞ ദിവസം വൈകുന്നേരം മുതൽ ടിവിക്ക് മുന്നിൽ തന്നെയായിരുന്നു. വാർത്തകളിൽ നിന്നും അങ്ങോട്ടും ഇങ്ങോട്ടും കണ്ണോടിക്കാതെ വാസുവിനെ അറസ്റ്റ് ചെയ്ത ഘട്ടത്തിൽ CPM-ന്റെ ഭാഗത്ത് നിന്നും ഏതെങ്കിലും ഒരു ചകാവ് അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു നേതാവ് പ്രതികരിക്കാനുള്ള സാധ്യത ഉണ്ടാകുമോ എന്നടക്കമുള്ളവ സസൂക്ഷ്മം നിരീക്ഷിച്ചു വരികയായിരുന്നു. ഇനി നമുക്ക് വാസുവിലേക്ക് വരാം. വാസു 2019 ശബരിമലയിൽ ഉണ്ടായ ഒരു സംഭവമാണ്. ശബരിമലയിലെ ഈ കട്ടിളകയിൽ ചെറിയൊരു വിള്ളൽ, അതായത് കട്ടിളയും ചുമരുമായി അല്ലെങ്കിൽ കട്ടിള ബന്ധിപ്പിച്ചിരിക്കുന്ന ആ ഇടവുമായി ചെറിയൊരു വിള്ളൽ ഉണ്ടാകുന്നു, ഒരു ഗ്യാപ്പ് ഉണ്ടാകുന്നു. ആ ഗ്യാപ്പിനിടയിലൂടെ തന്നെ എലികളും മറ്റും അയ്യനിരിക്കുന്ന ആ സന്നിധിയിലേക്ക് പോവുകയും ഒക്കെ ചെയ്യുന്നു. അതുകൊണ്ട് തന്നെ അതൊരു ബുദ്ധിമുട്ടായി കണക്കാക്കിക്കൊണ്ട് ഇത് മാറ്റേണ്ടതുണ്ട്, അല്ലെങ്കിൽ പൂർണ്ണമായി മാറ്റണമെന്നല്ല, ഇതിന് ചില അറ്റകുറ്റപ്പണികൾ ചെയ്യേണ്ടതുണ്ട് എന്ന് പറഞ്ഞുകൊണ്ട് ഈ താഴെ തട്ടിലുള്ള ദേവസ്വം ബോർഡിന്റെ താഴെ തട്ടിലുള്ള തന്ത്രി വരെയുള്ള ആളുകളുടെ ആവശ്യപ്രകാരം ഒരു അഫിഡവിറ്റ്, ഒരു പെറ്റീഷൻ പോലെ ഒരു പത്രം അത് നമ്മുടെ വാസുവിന് കൈമാറുകയാണ്. അതായത് അന്നത്തെ ദേവസ്വം പ്രസിഡന്റ് ആയിരുന്ന വാസുവിന് കൈമാറുകയാണ്. അതുവരെ ആ രേഖകളിൽ ഉണ്ടായിരുന്നത് കൃത്യമായി തന്നെ സ്വർണ്ണപ്പാളികൾ എന്ന് തന്നെയായിരുന്നു, സ്വർണം പൂശിയ ചെമ്പുപാളികൾ എന്ന് തന്നെയായിരുന്നു. എന്നാൽ വാസു നിലച്ചിരുന്നതും, അതായത് രോഗി ഇച്ഛിച്ചതും വൈദ്യം കൽപ്പിച്ചതും പാലുന്ന മട്ടിലായിരുന്നു ഇത്രയും വലിയൊരു അവസരം വാസുവിന്റെ മുന്നിലേക്ക് എത്തിയത്. ആ അവസരത്തെ പരമാവധി ഉപയോഗിക്കുക തന്നെയാണ് വാസു ഇവിടെ ചെയ്തത്. വാസുവിന്റെ കയ്യിലെത്തിയപ്പോൾ രണ്ട് വാക്കുകൾ മാത്രമേ മാറിപ്പോയുള്ളൂ. ആ രണ്ട് വാക്കുകൾ സ്വർണ്ണപ്പാളി, അതായത് സ്വർണം പൂശിയ എന്ന ആ രണ്ട് വാക്കുകളായിരുന്നു. ആ രണ്ട് വാക്കുകൾ അറിഞ്ഞുകൊണ്ട് അദ്ദേഹം മാറ്റിക്കളഞ്ഞു. പക്ഷെ ഇപ്പോൾ അദ്ദേഹത്തിനോട് അതിനെക്കുറിച്ച് ചോദിച്ചു കഴിഞ്ഞാൽ നമ ശിവാന്ന് യാതൊന്നും അറിയില്ല, എനിക്ക് ഒന്നുമേ ഓർമ്മയില്ല എന്ന് പറഞ്ഞുകൊണ്ടുള്ള അദ്ദേഹത്തിന്റെ അഭിനയം അങ്ങ് കാഴ്ചവെക്കുക തന്നെയായിരുന്നു. നമുക്കറിയാം, CPM-മായി ബന്ധപ്പെട്ട് നോക്കുകയാണെങ്കിൽ ഈ സ്വപ്ന സുരേഷുമായി ബന്ധപ്പെട്ട് പല കേസുകളിലും ശിവശങ്കർ അതുപോലെ തന്നെ പത്മകുമാർ അടക്കമുള്ളവരെ അറസ്റ്റ് ചെയ്യുമ്പോൾ കൃത്യമായും അയ്യോ അമ്മേ എന്ന് പറഞ്ഞ രീതിയിൽ എനിക്ക് അതായത് ചോദ്യം ചെയ്യാനായി എന്നെ വിളിക്കുമ്പോൾ കൃത്യമായി അവർ പറയുന്നത് മാരകമായ അസുഖമുണ്ട്, തലകറക്കമുണ്ട്, ആശുപത്രിയിൽ പോകണം, അല്ലെങ്കിൽ ശിവശങ്കർ പറഞ്ഞത് എനിക്ക് അടിയന്തരമായി ശസ്ത്രക്രിയ ഇപ്പം തന്നെ ചെയ്യണം, അല്ലെങ്കിൽ എനിക്ക് എന്തെങ്കിലും സംഭവിച്ചു പോകും, എൻ്റെ ജീവന് എന്തെങ്കിലും സംഭവിച്ചു പോയാൽ നിങ്ങളാണ് ഉത്തരവാദി എന്ന് ഞാൻ എഴുതി വെക്കുമെന്ന് അടക്കമുള്ള ഭീഷണിപ്പെടുത്തുന്ന പോലെയുള്ള രീതികൾ പെടുത്തിക്കൊണ്ട് അവരെല്ലാവരും ആശുപത്രിയിലേക്ക് അഭയം പ്രാപിക്കുന്നതാണ് നമ്മൾ എപ്പോഴും കണ്ടിട്ടുള്ളത്. അതേ ഒരു സ്റ്റൈൽ തന്നെയാണ് ഇവിടെ. ഒരിക്കലും അദ്ദേഹം വിചാരിച്ചില്ല അദ്ദേഹത്തിന്റെ ഈ വയസ്സാം കാലത്ത് കോടതിയിലും ജയിലിലും കയറി ഇറങ്ങേണ്ട സാഹചര്യം ഉണ്ടാകുമെന്ന് ഒരിക്കലും വിചാരിച്ചില്ല. പലനാൾ കള്ളൻ ഒരു നാൾ പിടിയിലെന്ന് ആവർത്തിച്ച് നമ്മുടെ അമ്മമാരും നമുക്ക് പറഞ്ഞു പഠിപ്പിച്ചത് ഇത് തന്നെയാണ്. ഇതാ ഇവിടെ ദൈവമുണ്ട്, അതായത് ഈ കോടിക്കണക്കിന് വിശ്വാസികൾ ആരാധിക്കുന്ന അയ്യപ്പൻ അവിടെയുണ്ട്, അയ്യപ്പന്റെ ശക്തി അത്രയും വലുതാണ് എന്നൊക്കെ തന്നെ മനസ്സിലാക്കാനുള്ള ബോധമില്ലയോ എന്നുള്ളതാണ്. അയ്യപ്പൻ നിങ്ങളെയൊക്കെ തന്നെ പരീക്ഷിക്കുകയായിരുന്നു. കാരണം അയ്യപ്പൻ നോക്കുകയായിരുന്നു ഇത് എത്ര നാള് എവിടം വരെ പോകുമെന്ന് അറിയേണ്ടതുണ്ട്. അതായത് ഈ ഒരു നീയൊക്കെ മോഷ്ടിക്കടാ, ഞാൻ നിന്നെയൊക്കെ കാട്ടിത്തരാമെന്ന് മനസ്സിൽ കരുതിക്കൊണ്ട് തന്നെയാണ് അതിന് എത്ര വർഷമായാലും മറ്റൊരു മണ്ഡലകാലം വരുമ്പോൾ അയ്യൻ സന്തോഷത്തോടുകൂടി നിറപുഞ്ചരിയോടുകൂടി എല്ലാ അയ്യപ്പ ഭക്തന്മാരെയും സ്വാഗതം ചെയ്യുമെന്ന കാര്യത്തിൽ യാതൊരുവിധ സംശയവും വേണ്ട. അത് തന്നെയാണ് വാസുവിന്റെ അറസ്റ്റ്. കേരളം ഒന്നടങ്കം ചോദിച്ചുകൊണ്ടിരുന്നു എന്തുകൊണ്ട് വാസുവിനെ അറസ്റ്റ് ചെയ്തില്ല. മുരാരി ബാബു ചെയ്ത അതേ തെറ്റ് തന്നെയാണ് വാസുവും ചെയ്തിരിക്കുന്നത്. ഒരു പക്ഷേ അതിനേക്കാൾ കൂടുതൽ തെറ്റ് ഒരു കേസിൽ മാത്രമാണ് ഇപ്പോൾ വാസുവിനെ അറസ്റ്റ് ചെയ്തിരിക്കുന്നത്. ഇനിയും അധികം ഈ കമ്മീഷൻ
ദേവസ്വം കമ്മീഷണറായി ഇരിക്കെ നടത്തിയ ഉണ്ണികൃഷ്ണൻ പോറ്റി പുറത്തേക്ക് കൊണ്ടുപോയ സ്വർണത്തിന്റെ അടക്കം ഉണ്ണികൃഷ്ണൻ പോറ്റി എന്റെ കയ്യിൽ കുറച്ച് സ്വർണം ബാക്കി ഇരിപ്പുണ്ട്, അത് എന്ത് ചെയ്യണം, അതൊരു നിർദ്ധരായ പെൺകുട്ടിക്ക് വിവാഹം നടത്തേണ്ടതുണ്ട് എന്നടക്കം ഇമെയിൽ അയക്കുന്ന ഘട്ടത്തിൽ ഉണ്ണികൃഷ്ണൻ പോറ്റി അവിടെ ഉണ്ടായിരുന്നു. ഉണ്ണികൃഷ്ണൻ പോറ്റിയുമുണ്ട്. ഒപ്പം അതുപോലെ തന്നെ ഈ ദേവസ്വം കമ്മീഷണറായി വാസുവും അവിടെയുണ്ട്. മാത്രമല്ല വാസു പുറത്തേക്ക് ഇറങ്ങുമ്പോൾ മാധ്യമങ്ങളോട് കഴിഞ്ഞ ദിവസങ്ങളിൽ അറസ്റ്റ് ആകുന്നതിന് മുൻപ് മാധ്യമങ്ങളോട് പറഞ്ഞത് ഉണ്ണികൃഷ്ണൻ പോറ്റി എന്നോട് ചോദിച്ചത് അദ്ദേഹത്തിന്റെ സ്വർണത്തെ കുറിച്ചാണ്, അല്ലാതെ ദേവസ്വം ബോർഡിലെ സ്വർണത്തെ കുറിച്ചല്ല, അയ്യന്റെ സ്വർണത്തെ കുറിച്ചല്ല എന്നാണ് പറഞ്ഞത്. പക്ഷേ സത്യത്തിൽ കോടതി കൃത്യമായി കണ്ടെത്തിയിരുന്നു എത്ര സ്വർണം അല്ലെങ്കിൽ എത്ര ഗ്രാം സ്വർണം ഉണ്ട്. ഒരുപക്ഷെ ഗ്രാമാകാം, പവനാകാം, കോടിക്കണക്കിന് രൂപ വിലമതിക്കുന്ന സ്വർണവുമാകാം. അതിനെക്കുറിച്ചൊന്നും തന്നെ പരാമർശം നടത്തുന്നില്ല. പിന്നെ ഒരിക്കലും അത് വ്യക്തിപരമായ സ്വത്തല്ല, അത് ദേവസ്വത്തിന്റെ സ്വത്താണ്, അല്ലെങ്കിൽ അയ്യന്റെ സ്വർണമാണ് എന്ന് മനസ്സിലാക്കാനുള്ള ബോധ്യം ഈ ദേവസ്വം ബോർഡ് കമ്മീഷണറായി ഇരിക്കെ വാസുവിനില്ലേ എന്നടക്കമുള്ള രൂക്ഷമായ ചോദ്യം ഹൈക്കോടതി ചോദിച്ചതിന് പിന്നാലെയാണ് വാസു അതിൽ കൂടി അറസ്റ്റിലാകേണ്ട ഘട്ടം വരുന്നുണ്ട്. എന്തായാലും ശബരിമല ദ്വാരപാലക ശില്പപാളിയിലെയും കട്ടിളപ്പടിയിലെയും സ്വർണം കവർന്ന കേസിൽ ബോർഡ് മുൻ പ്രസിഡന്റും ദേവസ്വം കമ്മീഷണറുമായിരുന്ന എൻ വാസു റിമാൻഡിലാകുമ്പോൾ വീണത് 5ാം വിക്കറ്റ് തന്നെയാണ്. പത്തനംതിട്ട ജുഡീഷ്യൽ 1ാം ക്ലാസ് മജിസ്ട്രേറ്റ് കോടതിയാണ് വാസുവിനെ റിമാൻഡ് ചെയ്തത്. 14 ദിവസമാണ് റിമാൻഡ് കാലാവധി. വാസുവിനെ കൊട്ടാരക്കര സബ് ജയിലിലേക്ക് അയച്ചിട്ടുണ്ട്. ശബരിമല സ്വർണ്ണക്കൊള്ളയിൽ കഴിഞ്ഞ ദിവസം വൈകിട്ടാണ് എൻ വാസുവിന്റെ അറസ്റ്റ് രേഖപ്പെടുത്തുന്നത്. കൊതുകടി കൊണ്ട് കൊട്ടാരക്കര ജയിലിനകത്ത് വാസു ഇപ്പോൾ കിടക്കുന്നുണ്ട്. 5 പേരാണ് വരെ കേസിൽ അറസ്റ്റിലായത്. നേരത്തെ കേസിൽ പ്രത്യേക അന്വേഷണ സംഘം എൻ വാസുവിന്റെ മൊഴി എടുത്തിരുന്നു. സ്വർണം പൂശാനുള്ള ശുപാർശയുള്ള എക്സിക്യൂട്ടീവ് ഓഫീസറുടെ കത്ത് ബോർഡിന് കൈമാറുക മാത്രമാണ് ചെയ്തത് എന്നാണ് എൻ വാസു മൊഴി നൽകിയത്. കട്ടിളപ്പാളികൾ കൊണ്ടുപോകുമ്പോൾ താൻ കമ്മീഷണറായിരുന്നില്ലെന്നും അദ്ദേഹം പറഞ്ഞിരുന്നു. ശബരിമലയിലെ ദ്വാരപാലക ശില്പപാളികൾ വിഷയത്തിൽ ഒരു കുറ്റവും ചെയ്തിട്ടില്ലെന്നും എൻ വാസു പറയുന്നു. കാരണം അദ്ദേഹം ചെയ്തിട്ടില്ല, അദ്ദേഹം ഇറങ്ങുന്നത് വരെ അങ്ങനെയൊന്നും നടന്നിട്ടില്ല. ഇറങ്ങുന്ന ആ ദിവസം പോലും അദ്ദേഹം കൃത്യമായി ആസൂത്രണം നടത്തി അദ്ദേഹം ഇറങ്ങിയതിനു ശേഷം നടത്താനുള്ള എല്ലാ വഴികളും സജ്ജീകരിച്ചിട്ട് എല്ലാ പഴുതുകളും മാറ്റിക്കൊണ്ട് എല്ലാ വഴികളും വെട്ടിത്തളിച്ചുകൊണ്ടാണ് അദ്ദേഹം ആ സീറ്റിൽ നിന്നും ഇറങ്ങിയത്. അദ്ദേഹമെന്ന് ഈ ബഹുമാനത്തോടു കൂടി വിളിക്കാൻ യാതൊരുവിധ താല്പര്യമില്ല. എന്നിരുന്നാലും വിളിച്ചു പോകുന്നു, അറിയാതെ വിളിച്ചു പോകുന്നു. നിങ്ങൾക്ക് ബുദ്ധിമുട്ടുണ്ടെങ്കിൽ പ്രേക്ഷകരായി നിങ്ങൾക്ക് അദ്ദേഹം എന്ന ഇയാൾക്ക് ബഹുമാനം കൊടുത്ത് വിളിക്കുന്നതിൽ നിങ്ങൾ പ്രേക്ഷകരായി നിങ്ങൾക്ക് ബുദ്ധിമുട്ടുണ്ടെങ്കിൽ നമുക്ക് അങ്ങനെ വേണ്ട, ആ വാക്ക് തന്നെ ഒഴിവാക്കാം. ദേവസ്വം ബോർഡ് പ്രസിഡന്റ് ആയിരിക്കുമ്പോഴാണ്, ദേവസ്വം കമ്മീഷണർ ആയിരിക്കുമ്പോഴും തെറ്റുകളൊന്നും തന്നെ സംഭവിച്ചിട്ടില്ല. 2019 മാർച്ച് 14 ദേവസ്വം കമ്മീഷൻ സ്ഥാനത്ത് നിന്ന് മാറി നവംബറിൽ വീണ്ടും ദേവസ്വം പ്രസിഡന്റായി തിരിച്ചെത്തിയതും അദ്ദേഹം പറഞ്ഞു. പക്ഷേ ഈ സമയത്ത് ശബരിമല ഭരിച്ച വാസുവിന്റെ വിശ്വാസരെല്ലാം വാസുവിനെതിരെ മൊഴി നൽകി കഴിഞ്ഞു. അങ്ങനെ 5ാം വിക്കറ്റ് വീണു. ഇനി ഉയരുന്നത് ആരാണ് 6ാം വിക്കറ്റ് എന്നുള്ളതാണ്. മുൻ ദേവസ്വം പ്രസിഡന്റ് എ പത്മകുമാറിന് നറുക്കു വീഴുമെന്ന് തന്നെയാണ് സൂചന. എ പത്മകുമാറിന്റെ തല ഇപ്പോഴും SITയുടെ കക്ഷത്ത് തന്നെ ഇരിപ്പുണ്ടെന്ന കാര്യത്തിൽ സംശയമില്ല. ആ കൈ ഒന്ന് അമർത്തിയാൽ തീരാവുന്നതേ ഉള്ളൂ. ബാക്കി അത് നമുക്ക് വരും ദിവസങ്ങളിൽ കൃത്യമായി അറിയാൻ സാധിക്കുമെന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. പത്മകുമാർ ഏത് നിമിഷവും അറസ്റ്റിലായേക്കാം. ദേവസ്വം മാനുവലും ഹൈക്കോടതിയുടെ ഉത്തരവും കണക്കിലെടുക്കാതെയാണ് ദ്വാരപാലക ശില്പങ്ങളുടെ സ്വർണ്ണപ്പാളികൾ അറ്റകുറ്റപ്പണിക്കായി ചെന്നൈക്ക് കൊണ്ടുപോയത്. വിലപിടിപ്പുള്ള വസ്തുക്കളുടെ അറ്റകുറ്റപ്പണി ക്ഷേത്ര അങ്കണത്തിലാണ് നടത്തേണ്ടത് എന്ന ദേവസ്വം നിയമത്തിലും കോടതി ഉത്തരവിലും വ്യക്തമാക്കി പറഞ്ഞിട്ടുണ്ട്. ഇക്കാര്യം അറിയില്ല എന്ന് ബോർഡിന് പറയാനും കഴിയില്ല. ശബരിമല കമ്മീഷണറെ വിവരം അറിയിച്ചാൽ 2019 ക്രമക്കേടുകൾ പിടിക്കപ്പെടുമെന്ന് കരുതിയിരിക്കാം. 2019 അറ്റകുറ്റപ്പണിക്ക് ശേഷം ദ്വാരപാലക ശില്പത്തിന്റെ തൂക്കത്തിൽ 4 കിലോയോളമാണ് കുറവുണ്ടായത്. പവിത്രമായ ക്ഷേത്ര സ്വത്തുക്കളുടെ അപഹരണമാണ് ഇതിലൂടെ നടന്നത്. ബോർഡിന്റെ അറിവില്ലാതെ ഇത്തരമൊരു നടപടി നടക്കില്ല. ദേവസ്വം ബോർഡ് പ്രസിഡന്റ് അംഗങ്ങളടക്കം നേരിട്ടോ അല്ലാതെയോ ഉത്തരവാദികളാകും. ഇക്കാര്യവും SIT അന്വേഷിക്കണമെന്ന് ഹൈക്കോടതി കൃത്യമായി തന്നെ പറയുന്നുണ്ട്. ഹൈക്കോടതിയിലെ കൃത്യമായി തന്നെ നമ്മുടെ ഈ ജഡ്ജിമാർ അവരെ കൂടി നമ്മുടെ നാട് അറിയേണ്ടതുണ്ട്. മാത്രമല്ല 2021 അന്ന് ദേവസ്വം ബോർഡിലേക്ക് ഈ കടകംപള്ളി അടക്കമുള്ളവരുടെ സാന്നിധ്യത്തിൽ വാസു ദേവസ്വം ബോർഡ് പ്രസിഡന്റായി ചുമതലയേറ്റപ്പോൾ അന്ന് അയ്യന്റെ മുന്നിലിരുന്ന വിളക്ക് തെളിയിച്ചുകൊണ്ടാണ് ആ പുസ്തകത്തിലേക്ക് ഒപ്പിടാനായി പോയത്. അന്ന് ആ വിളക്കിലെ 2 തിരികളും അണഞ്ഞിരുന്നു. ഹിന്ദു വിശ്വാസ പ്രകാരം ഒരു ഐശ്വര്യ ചടങ്ങിൽ ഏതെങ്കിലും ഒരു ഘട്ടത്തിൽ വിളക്കിലെ തിരി അണയുകയാണെങ്കിൽ അതിനെ
എന്തോ ഒരു അനിഷ്ടമാണ്, അല്ലെങ്കിൽ അത് അത്ര ശുഭകരമല്ല എന്ന് വിചാരിക്കുന്നവരുണ്ട്. അങ്ങനെ വിചാരിക്കാത്തവരുമുണ്ട്, എന്നാൽ വിചാരിക്കുന്നവരുമുണ്ട്. അങ്ങനെ വിചാരിക്കുന്ന വിശ്വാസികളുടെ മുന്നിലേക്ക് 2019 ചിത്രവും കൂടി പുറത്തു വന്നിട്ടുണ്ട്. ഇതാണ് ആ ചിത്രം. ആ ചിത്രത്തിൽ നിങ്ങൾക്ക് വ്യക്തമായി കാണാൻ സാധിക്കും, വിളക്കുണ്ട തൊട്ടു പിറകിലായി തന്നെ ഈ ഒരു ദേവസ്വം പ്രസിഡന്റായിട്ട് സ്ഥാനമേൽക്കുന്ന വാസുവു സൈൻ ചെയ്യാനായി, ഒപ്പിടാനായിട്ട് ബുക്കിലേക്ക് പോവുകയാണ്, പുസ്തകത്തിലേക്ക് പോവുകയാണ്. അപ്പോഴേക്കും ആദ്യ തിരികളെ അണയുന്നു. രണ്ടാമതായി പിന്നീട് അടുത്ത നിമിഷം തന്നെ രണ്ടാമത്തെ തിരിയും അണയുന്നു. അന്ന് മുതൽ തുടങ്ങിയതാണ് അനിഷ്ട സംഭവങ്ങൾ നമ്മുടെ ശബരിമലയിൽ നടത്താനായിട്ട്. സ്ട്രോങ് റൂമിലുള്ള ദ്വാരപാലക ശില്പങ്ങൾ കൈമാറണമെന്നും പോറ്റി ആവശ്യപ്പെട്ടിട്ടുണ്ടായിരുന്നു. അന്ന് പോറ്റിയുടെ സഹോദരിയുടെ വീട്ടിൽ നിന്നാണ് 2 പീഠങ്ങളും വിജിലൻസ് കണ്ടെത്തിയത്. അവിടെ നിന്നാണ് പിന്നെ ഇങ്ങോട്ട് വെടിപൊട്ടുന്ന പോലെ, അമിട്ട് പൊട്ടുന്നത് പോലെ ഓരോന്നായിട്ട് പൊട്ടി തുടങ്ങിയത്. എന്തായാലും വാസുവിന്റെ റിമാൻഡ് റിപ്പോർട്ടിൽ ഗുരുതരമായ കണ്ടെത്തലുകൾ തന്നെയാണ് നടത്തിയിരിക്കുന്നത്. റിമാൻഡ് റിപ്പോർട്ടിൽ ഉള്ളത് പ്രതികളുമായി ഗൂഢാലോചന നടത്തിയെന്നും ഇതുവഴി ബോർഡിന് നഷ്ടമുണ്ടെന്നും റിമാൻഡ് റിപ്പോർട്ടിൽ പറയുന്നു. CPM നേതാവാണ് വാസു, മുൻ പഞ്ചായത്ത് പ്രസിഡന്റ്, ഇതിനൊപ്പം തന്നെ മുഖ്യമന്ത്രിയുടെ വിശ്വസ്തനും. ഹൈക്കോടതി ഇടപെടലാണ് വാസുവിന് വിനയായത്. പ്രത്യേക അന്വേഷണ സംഘത്തിന് ഹൈക്കോടതി കൃത്യമായ നിർദ്ദേശം നൽകി. ഇതോടെ ഉന്നതരുടെ അറസ്റ്റ് അനിവാര്യമായി. എന്തായാലും പ്രസിഡന്റും പാർട്ടി നേതാവും ഒക്കെ അറസ്റ്റിലാകുമ്പോൾ വെട്ടിലാകുന്നത് CPM തന്നെ എന്ന കാര്യത്തിൽ യാതൊരു സംശയമില്ല. CPM കട്ടപ്പയായി മാറുമോ, അല്ലെങ്കിൽ CPMനെ പുറകിൽ നിന്ന് കുത്തിയ വാസുവാണോ കട്ടപ്പ, അല്ലെങ്കിൽ കൃത്യമായി തന്നെ 2019 ഭരിച്ചിരുന്ന ഇന്നും നിലനിന്ന് പോരുന്ന സർക്കാരിലേക്ക്, മന്ത്രിസഭയിലേക്ക് കൂടി കാര്യങ്ങൾ അന്വേഷിക്കാനുള്ള നീക്കങ്ങൾ ഉണ്ടാകുന്നു. അന്നത്തെ ദേവസ്വം മന്ത്രി അടക്കമുള്ളവർ കുടുങ്ങാനുള്ള സാധ്യത വളരെ കൂടുതലാണെന്ന് വ്യക്തമാവുകയാണ്.